ടാറ്റാ. ഇന്ന് നമ്മൾ രണ്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. രണ്ടും മോളെ കാണിക്കാനാണേ. അന്നത്തെ ഫുഡ് ഇൻഫെക്ഷന്റെ വയറുവേദനയും പ്രോബ്ലംസും ഒന്നും 2 വീക്ക് കഴിഞ്ഞിട്ടും മാറാത്തോണ്ട് ഒന്നുകൂടെ ഡോക്ടറെ കണ്ട് റിവ്യൂ എടുത്തേക്കാം എന്ന് വെച്ചു. സാധാരണ ഞാൻ എവിടെ പോവുകയാണെങ്കിലും അവിടേക്ക് കൊണ്ടുപോവേണ്ടതെന്തോ അത് ഞാൻ എടുക്കാൻ മറക്കാറുണ്ട്. അതിന് വഴക്ക് കേട്ട് ഒരു നാണക്കേടും ഇല്ലാതെ ഇളിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും എപ്പോഴും കേൾക്കണല്ലേ, സാരില്ല. ഫസ്റ്റ് നമ്മൾ പോയിട്ടുള്ള ക്രസൻറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടുത്തെ മുബാജിഷ് ഡോക്ടറെയാണ് ഇഷേനെ കാണിക്കാറുള്ളത്. 4 മണി വരെ ഡോക്ടർ ഒ പി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയത് 4:45 എന്തായാലും അക്കിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അവിടുന്ന് ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. മരുന്ന് സാധാരണ വാങ്ങിക്കാറ് മാത്രമേ ഉള്ളൂ, മോളത് കുടിക്കാറേ ഇല്ല. പിന്നെ ഇങ്ങനെ 2 ആഴ്ചയായിട്ടും അസുഖം മാറാനാന്നാണ് ഡോക്ടർ ചോദിച്ചത്. അടുത്ത അപ്പോയിൻമെൻറ്റ് 6 മണിക്കായിരുന്നു. അപ്പോൾ ഫറോക്ക് ഒന്ന് ചുറ്റി ഞങ്ങൾ 6 മണിക്ക് മോളുടെ പല്ല് കാണിക്കാനും എത്തി. അതും റിവ്യൂവും തന്നെയായിരുന്നു. കഴിഞ്ഞ ഹോസ്പിറ്റൽ ഡേയ്സിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. എത്ര വെറുപ്പുള്ളവരായാലും വഴക്കാളികളായാലും പ്രശ്നക്കാരായാലും ഇവരൊക്കെ ഒരിക്കലെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യുന്നവരായി മാറും. നീ എനിക്കൊന്നും ചെയ്തു തരണ്ട, നിങ്ങളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഒരു മോശ സമയത്ത് നമുക്ക് വേണ്ടി സഹായിക്കാൻ വരുന്നത്. അത് വളരെ ഒരു ചെറിയ ഹെൽപ്പാണെങ്കിൽ കൂടി ആ സമയത്ത് അത് കിട്ടുന്നത് കൊണ്ടായിരിക്കും നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അവരില്ലെങ്കിലും അതൊക്കെ കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാലും ആ സിറ്റുവേഷൻ അത്രയും ഈസി ആക്കിയത് ചെറുതാണെങ്കിലും അവരുടെ ആ കൈ സഹായം കൊണ്ട് മാത്രമാണ്. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക.